ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ തിരുവചന സന്ദേശത്തിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടാകും. പലപ്പോഴായി നമ്മൾ ചോദിക്കണമെന്ന് ആഗ്രഹിച്ച ചോദ്യങ്ങൾ, നമ്മൾ എത്ര അന്വേഷിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ഭയാശങ്കകൾ, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുള്ള മനുഷ്യരാണ് നമ്മളൊക്കെ. മാത്രമല്ല, എന്താണ് സത്യം, എന്താണ് ദൈവം, എങ്ങനെയാണ് നമുക്കൊരു നല്ല ജീവിതം ജീവിക്കാൻ കഴിയുക, ഇതൊക്കെ നമ്മളുടെ മനസ്സിലെ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തലാണ് ഈ സന്ദേശ പരമ്പര. ഈ സന്ദേശ പരമ്പര കേൾക്കുവാൻ നിങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. സത്യം എന്താണ് എന്നുള്ള ഒരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. സത്യം ഒന്നേ ഉള്ളൂ എന്നെല്ലാവർക്കും അറിയാം. സത്യം മാത്രമേ ജയിക്കാവൂ എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകാവുന്ന ഒരു ചോദ്യമാണ്, എന്താണ് യഥാർത്ഥമായ സത്യം? അങ്ങനെ ഒരു സത്യമുണ്ടെങ്കിൽ ആ സത്യത്തെ നമുക്കെങ്ങനെ കണ്ടെത്താനാകും? പലപ്പോഴും സത്യം എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും കാലക്രമേണ സത്യമല്ലാത്തതായി നമുക്ക് തോന്നും. അപ്പോൾ നമ്മുടെ മനസ്സിൽ നഷ്ടബോധങ്ങളുണ്ടാകും, നമ്മുടെ മനസ്സിൽ തെറ്റിദ്ധാരണകളുണ്ടാകും. യഥാർത്ഥമായ ജീവിത സത്യം നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്ന് വേദപുസ്തകത്തിൽ നിന്ന് പരിശോധിക്കാം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25-ാമത്തെ വാക്യമാണ്. പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും പാപികൾക്കും മറച്ചു വച്ചിരിക്കുന്നു. ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. സത്യം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ സത്യത്തെ നമ്മൾ തുറന്ന മനസ്സോടെ സമീപിക്കണം. ഒന്നാമത്തെ കാര്യം ഇതാണ്, സത്യത്തെ നമ്മൾ തുറന്ന മനസ്സോടെ സമീപിക്കണം. അതായത് സത്യം എന്താണെന്ന് മനസ്സിലാക്കിയാൽ അത് അംഗീകരിക്കാനുള്ള മനസ്സോടെ സത്യത്തെ അന്വേഷിക്കണം. നമ്മുടെ മനസ്സിൽ കുറേ കാഴ്ചപ്പാടുകളുണ്ട്, ആശയങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്. അതാണ് ശരി, ഞാൻ അത് മാറ്റാൻ തയ്യാറല്ല, അല്ലെങ്കിൽ പുതിയതൊന്ന് കണ്ടാൽ അത് അംഗീകരിക്കാനുള്ള മനസ്സെനിക്കില്ല എന്ന് വെച്ചുകൊണ്ട് സത്യത്തിനെ നമുക്ക് അന്വേഷിച്ചാൽ സത്യത്തെ നമുക്ക് ബോധ്യപ്പെടുത്താനാവില്ല. അതുകൊണ്ട് സത്യത്തെ നമ്മൾ അന്വേഷിക്കുമ്പോൾ തുറന്ന മനസ്സോടെ അന്വേഷിക്കണം. സത്യം നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടു വന്നാൽ സത്യമാണ് എന്ന് നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളുവാനും അംഗീകരിക്കാനും ഉള്ള മനസ്സോടുകൂടി നമ്മൾ സത്യത്തെ അന്വേഷിക്കണം. അതുകൊണ്ടാണ് വേദപുസ്തകം ഇങ്ങനെ പറഞ്ഞത്, സത്യം പലപ്പോഴും ജ്ഞാനികൾക്കും വലിയ വലിയ മനുഷ്യർക്കും മറച്ചു വച്ചിരിക്കുന്നു. അവർക്ക് ഈ സത്യത്തെ മറച്ചു വച്ചിരിക്കുകയാണ്. എന്നാൽ ശിശുക്കൾക്ക് അത് തുറന്നു കൊടുത്തിരിക്കുന്നു. ശിശുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുൻവിധികളില്ല. അവർ കാണുന്നതിനെ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിനെ സത്യം എന്ന് വിശ്വസിക്കാൻ മടിയില്ലാത്തവരാണ്. അതുകൊണ്ട് ആണ് പറയുന്നത്, ബുദ്ധിയുള്ളവർ, ജ്ഞാനികൾ, അവർ അവരുടേതായ അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അവരുടെ അഭിപ്രായങ്ങൾ മാറ്റാൻ അവർക്ക് മനസ്സുണ്ടാകുകയില്ല. എന്നാൽ ശിശുക്കൾ അങ്ങനെയല്ല. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്നതും കേൾക്കുന്നതും ബോധ്യപ്പെടുന്നതും വിശ്വസിക്കാൻ, അംഗീകരിക്കാൻ മനസ്സുള്ളവരായിരിക്കും. വേദപുസ്തകത്തിൻ്റെ സത്യങ്ങൾ അല്ലെങ്കിൽ പ്രപഞ്ച സത്യം, കർത്താവായ യേശുക്രിസ്തു എന്ന സത്യം,
ആ സത്യത്തിൻ്റെ നന്മയും അർത്ഥവും മനസ്സിലാക്കണമെങ്കിൽ ഈ ശിശുക്കളുടെ മനസ്സോടുകൂടി നമ്മൾ വചനത്തെ സമീപിക്കണം. എങ്കിൽ മാത്രമേ സത്യം നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. നമ്മുടെ മനസ്സിലുള്ള കാഴ്ചപ്പാടുകളുമായിട്ട് സത്യത്തെ താരതമ്യം ചെയ്താൽ പലപ്പോഴും സത്യമാണെന്ന് മനസ്സിലായാൽ കൂടി അംഗീകരിക്കാൻ നമുക്ക് മനസ്സ് വരില്ല. അതുകൊണ്ടാണ് ഒരു ശിശുവിനെ പോലെ പുതിയ ജീവിത യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്നു വരുമ്പോൾ അതിനെ സ്വീകരിക്കാൻ നമ്മൾ മനസ്സുള്ളവരായിരിക്കണം. അതാണ് ബൈബിൾ പറയുന്ന കാര്യം. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ആണ് സത്യം, വഴിയും സത്യവും ജീവനും ആകുന്നു. അപ്പോൾ യേശു ആകുന്ന സത്യം, ആ സത്യം നിങ്ങൾ അറിഞ്ഞാൽ, അതായത് യേശു പറഞ്ഞു, എന്നെ അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. യേശുവിനെക്കുറിച്ച് അറിയുന്നത്, യേശുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, യേശു എങ്ങനെയാണ് നമ്മളെ സ്നേഹിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നത്, യേശു എന്താണ് എനിക്ക് വേണ്ടി ചെയ്തത് എന്ന് മനസ്സിലാക്കുന്നത്, ഞാൻ ചെയ്ത തെറ്റിൻ്റെ, ഞാൻ അനുഭവിക്കേണ്ടി വന്ന ശിക്ഷകൾ യേശു ഏറ്റുവാങ്ങി എന്നെ ആ തെറ്റിൽ നിന്ന്, കുറ്റത്തിൽ നിന്ന് വിടുവിച്ച് എനിക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ കുറ്റബോധങ്ങൾ മാറും. നമ്മുടെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും, നമുക്ക് ആശ്വാസം കിട്ടും, നമുക്ക് സമാധാനം കിട്ടും. കാരണം നമ്മളുടെ മനസ്സിൽ എപ്പോഴും ചോദ്യങ്ങളുണ്ട്. ഞാൻ ചെയ്തത് ശരിയാണോ? ഞാൻ ചെയ്തത് തെറ്റാണോ? ഞാൻ ചെയ്തത് ശരിയാണെങ്കിൽ അതെന്നെ എങ്ങനെ ബാധിക്കും? ഇത് നമ്മുടെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള വേട്ടയാടൽ മനസ്സിൽ മാറ്റിവെച്ച് നമ്മൾ ജീവിതത്തെ സന്തോഷപൂർവമായി, സമാധാനപൂർവമായി സമീപിക്കണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥമായ സത്യം അറിയണം, സത്യത്തെ അംഗീകരിക്കണം. അപ്പോൾ ഈ സത്യം നമ്മളെ സ്വതന്ത്രരാക്കും, നമുക്ക് മനസമാധാനം തരും, നമുക്ക് സന്തോഷം തരും, കുറ്റബോധത്തിൽ നിന്ന് വിടുവിക്കും. നമ്മുടെ മനസ്സിൽ ഒരു കാര്യത്തെക്കുറിച്ചും സംശയമുണ്ടാകില്ല. നമ്മുടെ മനസ്സ് ക്ലിയർ ആയിരിക്കും. നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും, നമ്മൾ ജീവിതത്തിൽ എടുക്കുന്ന ഓരോ പടിയും വളരെ സൂക്ഷ്മമായിരിക്കും, വളരെ ഫോക്കസ്ഡ് ആയിരിക്കും, വളരെ കൃത്യമായിരിക്കും. നമുക്കതിൻ്റെ നന്മ അനുഭവിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമ്മളെപ്പോഴും നരകത്തോടുകൂടി, സംശയത്തോടുകൂടി, വിഷമത്തോടുകൂടി നമ്മൾ അനുഭവിച്ച് തീർക്കേണ്ടതായിട്ട് വരും. നമ്മൾ യഥാർത്ഥമായ സത്യമാകുന്ന യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ വചനം പരിശോധിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ, അർദ്ധ മനസ്സോടുകൂടി ആയിരിക്കരുത്. എല്ലാവരും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതെന്താണെന്നൊന്ന് നോക്കിക്കളയാം. അല്ലെങ്കിൽ കൊള്ളാമെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ വേണ്ട. നമ്മുടെ ഇഷ്ടത്തിന് സഹായിക്കുന്ന തരത്തിലാണെങ്കിൽ, നമ്മുടെ ഇഷ്ടത്തിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലാണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ അതിനെ സ്വീകരിക്കാം. അങ്ങനെയല്ല നമ്മൾ സത്യം അന്വേഷിക്കുമ്പോൾ തീരുമാനിക്കേണ്ടുന്നത്. സത്യം അന്വേഷിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണമായും സത്യം കണ്ടെത്തണം എന്നുള്ള ആഗ്രഹത്തോടെ, അത് കണ്ടെത്തിയാൽ അംഗീകരിക്കണമെന്നുള്ള ഇഷ്ടത്തോടുകൂടി നമ്മൾ സത്യത്തെ അന്വേഷിക്കണം. അപ്പോൾ മാത്രമേ ദൈവത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ, ദൈവത്തെ ദൈവമായിട്ട് മനസ്സിലാക്കാൻ തോന്നുകയുള്ളൂ. ഇല്ലെങ്കിൽ ആരൊക്കെയോ പറഞ്ഞ് കേട്ട
അഭിപ്രായങ്ങളുടെ പുറത്തായിരിക്കും നമ്മൾ ദൈവത്തെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ ചോദ്യങ്ങൾ വരാം. ദൈവം നീതി ചെയ്യുമോ? എന്തുകൊണ്ടാണ് സ്നേഹിക്കുന്ന ദൈവമുണ്ടെങ്കിൽ ഇത്രയധികം കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ അനുവദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചാൽ ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും, ദൈവത്തെ മനസ്സിലാക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അതിനെ നമുക്ക് ശരിക്കും യാഥാർത്ഥ്യമാണെന്ന് പോലും അറിഞ്ഞുകൂടാ. പിന്നെ എങ്ങനെയാണ് നമുക്കതിനെ വിശ്വസിക്കാൻ പറ്റുക? അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതിയോടു കൂടിയാണെങ്കിൽ നമുക്കൊരിക്കലും ദൈവത്തെ വെളിപ്പെടുത്തി തരാൻ ദൈവത്തിന് ഇഷ്ടം തോന്നില്ല. അഥവാ ദൈവം നമുക്ക് സ്വയം വെളിപ്പെടുത്തി തന്നാലും അതിനെ അംഗീകരിക്കാൻ നമുക്ക് മനസ്സുണ്ടാകില്ല. അതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ, പരിപൂർണമായ ഇഷ്ടത്തോടെ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ അന്വേഷിക്കണം. അതുകൊണ്ടാണ് ബൈബിൾ അങ്ങനെ പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യം, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ നമ്മൾ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ അന്വേഷിക്കാൻ ആഗ്രഹിച്ചാൽ, ദൈവത്തെ മനസ്സിലാക്കാൻ ആഗ്രഹിച്ചാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഹൃദയത്തിലേക്ക് വരികയും നമ്മളോട് സംസാരിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങിയാൽ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. മറഞ്ഞിരിക്കുന്ന സത്യത്തിലേക്ക്, നമുക്ക് മനസ്സിലാകാത്ത ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക്. ഒരു പക്ഷേ നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള കാര്യമായിരിക്കാം, പക്ഷേ നമ്മളതിനെ സംശയാസ്പദമായിട്ടാണ് സമീപിച്ചിട്ടുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് പരിപൂർണമായ കാര്യകാരണങ്ങൾ വ്യക്തമാക്കി തരും. അതിൻ്റെ ലോജിക്കും അതിൻ്റെ റീസണിങ്ങും നമുക്ക് ബോധ്യപ്പെടും. അങ്ങനെ നമുക്ക് ബോധ്യപ്പെട്ടാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് നമുക്ക് തെളിവുകളുടെ ആവശ്യമുണ്ടാവില്ല. ഇന്ന് മനുഷ്യൻ്റെ മനസ്സിൻ്റെ പ്രത്യേകത, അവർക്ക് കാണണം. അവർ യുക്തി കൊണ്ട് കാര്യങ്ങളെ അപഗ്രന്ഥിക്കും. എങ്കിൽ അത് അവരുടെ അപഗ്രന്ഥനത്തിൽ ശരിയാണെന്ന് ബോധ്യപ്പെടുന്ന കാര്യങ്ങളെ നമ്മൾ വിശ്വസിക്കുകയുള്ളൂ. അങ്ങനെയല്ലേ? നമുക്ക് ബോധ്യപ്പെടാത്ത കാര്യങ്ങളെ നമുക്ക് വിശ്വസിക്കത്തില്ല. അപ്പോൾ ദൈവമെന്ന് പറയുന്നത്, വിശ്വാസമെന്ന് പറയുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അപ്പോൾ കാണാതെ വിശ്വസിക്കുകയും ആശിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമായി തീരണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു യുക്തി വേണം, അതിന് ലോജിക്കും റീസണിങ്ങും ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ തോന്നില്ല. എന്നാൽ ബൈബിൾ നമ്മളോട് പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ ആവശ്യമായ യുക്തി, അതിൻ്റെ ലോജിക്കും റീസണിങ്ങും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തും. അങ്ങനെ ബോധ്യപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടാകില്ല. സത്യത്തെ അംഗീകരിക്കാൻ നമുക്കൊരു വിഷയവും ഉണ്ടാകത്തില്ല, ഒരു സംശയവും ഉണ്ടാകത്തില്ല. വാക്യത്തിൻ്റെ അടുത്ത ഭാഗം നമ്മളോട് പറയുന്നത്, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധ്യം വരുത്തും. എന്ന് വെച്ചാൽ എന്താണ് തെറ്റ്, എന്താണ് ശരി എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തും എന്നാണ് അതിൻ്റെ അർത്ഥം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മുടെ യുക്തിയിൽ നമ്മൾ ഒരാളോട് ദേഷ്യപ്പെട്ടത് എങ്ങനെ ആലോചിച്ചാലും 100% ശരിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ തെറ്റ് നമുക്ക് കണ്ടെത്താനേ പറ്റത്തില്ല. നമ്മളെ സംബന്ധിച്ചോളം 100% ശരിയാണ്. എന്നാൽ
അതിലൊരു തെറ്റുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവാകും. കാരണം നമ്മളുടെ യുക്തി, നമ്മുടെ ബുദ്ധിക്ക് പരിമിതികളുണ്ട്. എന്താണ് പറയുന്നത്? ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൻ്റെ 2% മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. വേറൊരാളുടെ മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ല. വേറൊരാൾ, നമ്മുടെ കൂട്ടുകാരൻ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അങ്ങനെ മൈൻഡ് റീഡിങ്ങിന് നമുക്കൊരു ശക്തി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരു പക്ഷേ സത്യത്തെ ബോധ്യപ്പെടുത്താൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള കഴിവ് നമുക്കില്ല. നമ്മൾ പരിമിതിയുള്ളവരാണ്, മനുഷ്യരാണ്. ഒപ്പം ജീവിക്കുന്നവരുടെ ചിന്തയോ വിഷമങ്ങളോ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ജീവിത സാഹചര്യത്തിൽ നമുക്ക് സത്യം ബോധ്യപ്പെടണം എന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന, പറയുന്ന വാക്കിൽ, നമ്മൾ നോക്കുന്ന നോട്ടത്തിൽ, നമ്മളുടെ കാഴ്ചപ്പാടിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് നമുക്ക് ബോധ്യപ്പെടുത്തി തരും ആത്മാവ്. ആത്മാവ് അങ്ങനെ ബോധ്യപ്പെടുത്തി തരുമ്പോൾ മാത്രമേ നമുക്ക് തിരുത്താനാവൂ. ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും തിരുത്താനാവില്ല. നമ്മുടെ തെറ്റ് നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. തെറ്റിൽ നമ്മൾ ജീവിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ സങ്കടങ്ങളിൽ നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മുടെ വിഷമങ്ങളിൽ നമ്മൾ വിഷമിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ സംശയത്തിൽ നമ്മൾ സംശയപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കും. നമ്മുടെ സന്തോഷത്തെ ഇല്ലാതാക്കും. നമ്മുടെ ബന്ധങ്ങളെ തകർക്കും. കുടുംബങ്ങളിൽ പോലും സ്നേഹമില്ലായ്മയുണ്ടാകും. കുഞ്ഞുങ്ങൾ പോലും നമ്മളെ അംഗീകരിക്കുന്നില്ല എന്ന് തോന്നും. അതുകൊണ്ട് പൂർണ്ണ മനസ്സോടെ സത്യത്തെ അറിയുവാനുള്ള ഇഷ്ടത്തോടുകൂടി, തുറന്ന മനസ്സോടുകൂടി നമ്മൾ ജീവിതത്തെ സമീപിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ആത്മാവ് നമ്മളെ ബോധിപ്പിക്കുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് അംഗീകരിക്കാൻ നമുക്ക് മനസ്സ് തോന്നും. അതുപോലെ തന്നെയാണ് ന്യായവിധിയെക്കുറിച്ച്. ഇന്ന് ന്യായവിധി ഉണ്ട്. എല്ലാവരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഫലം കിട്ടും എന്ന് വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആരും കാണുന്നില്ലെന്നാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആരും അറിയുന്നില്ലെന്നാണ്. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ആരും അറിയുന്നില്ലെന്നാണ്. എന്നാൽ ബൈബിൾ പറയുന്നു, നിൻ്റെ മനസ്സുകളെ ആരായാൻ എനിക്ക് ശക്തിയുണ്ട്. എനിക്ക് മുമ്പിൽ സകലവും നഗ്നമായും തുറന്നുമിരിക്കുന്നു. ദൈവത്തിന് നമ്മുടെ ആന്തരാത്മാവിലെ ചിന്തകളെ വിവേചിച്ചറിയാം. ദൈവത്തിന് നമ്മുടെ മനസ്സറിയാം, നമ്മുടെ വിചാരങ്ങൾ അറിയാം. ദൈവം എല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെയും തെറ്റുകളെയും ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മളെ കാണിച്ചു തരാൻ പറ്റും. അങ്ങനെ കാണിച്ചു തരുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ തിരുത്താനാവും. നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തി പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും. എൻ്റെ ജീവിതം കൊണ്ട് മൂല്യമുണ്ട്, എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ട്, എൻ്റെ ജീവിതത്തിന് ഗുണമുണ്ട്, എൻ്റെ ജീവിതം കൊണ്ട് നന്മയുണ്ട്, എൻ്റെ ജീവിതം കൊണ്ട് ചിലർക്കെങ്കിലും സന്തോഷമുണ്ട്, പ്രയോജനമുണ്ട്, ഞാൻ ജീവിക്കുന്നതിന് നന്മയുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ സ്വയം പഴിച്ചും പരിഭവിച്ചും പരിതപിച്ചും എങ്ങനെയെങ്കിലും ജീവിതത്തെ മുന്നോട്ട് തള്ളി നീക്കുന്നവരായിത്തീരും. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വിഷമകരമായ കാര്യങ്ങളുണ്ടായാലും, ഒരുപക്ഷെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടായാലും, പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമുണ്ടെങ്കിലും ദൈവം എൻ്റെ ജീവിതത്തെ നയിക്കും. എനിക്ക് സമാധാനമുണ്ടാകും, എനിക്ക് സന്തോഷമുണ്ടാകും, എനിക്ക് നന്മയുണ്ടാകും എന്ന് മനസ്സിലാക്കി ജീവിതത്തെ
നേരോടെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയും. അതാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ കാര്യം. കർത്താവ് അതിനാണ് നമ്മളോട് പറയുന്നത്, നമ്മൾ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും എന്നെ അന്വേഷിക്കണം. ഒരു ശിശുവിനെ പോലെ നമ്മൾ സത്യത്തെ സമീപിക്കണം. മുൻവിധികൾ കൂടാതെ നമ്മുടെ ജീവിതത്തിൽ സത്യം അറിയാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ സത്യത്തെ നമ്മൾ അന്വേഷിക്കണം. ആ സത്യം നമ്മളെ സ്വതന്ത്രരാക്കി തീർക്കും. പാപത്തിൽ നിന്നും, സങ്കടങ്ങളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും, തെറ്റിദ്ധാരണകളിൽ നിന്നും, നമ്മുടെ മനോഭാവങ്ങളിൽ നിന്നും നമ്മളെ വിടുവിക്കും. നിങ്ങൾ എന്നെ പൂർണ്ണ മനസ്സോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്കെന്നെ കണ്ടെത്താനാവും. കർത്താവ് നമ്മുടെ സമീപസ്ഥനായിരിക്കും. അവൻ നമ്മളെ ആശ്വസിപ്പിക്കും, അവൻ നമ്മളെ സഹായിക്കും, അവൻ നിങ്ങളെ ശക്തനാക്കും, അവൻ നിങ്ങളെ ഉള്ളം കയ്യിൽ വരച്ചു സൂക്ഷിക്കും. അവൻ നമ്മളെ നീതിപാതകളിൽ കൂടി നടത്തും. കൂരിരുൾ താഴ്വരയിലൂടെ നടക്കുമ്പോൾ അവൻ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. സർവശക്തൻ്റെ നിഴലിൻ കീഴിലും ദൈവത്തിൻ്റെ മറവിലും നമ്മളെ വസിക്കുമാറാക്കും. അവൻ്റെ സങ്കേതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ സന്തോഷപൂർണ്ണമാക്കി തീർക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാമോ? നിങ്ങളെവിടെയായിരുന്നാലും ഏതൊരു സമയത്തിലാണെങ്കിലും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ സത്യത്തെ അന്വേഷിക്കുവാനുള്ള ഒരു പുതിയ തീരുമാനത്തോടു കൂടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നിന്നെ ഞങ്ങൾ സ്വീകരിക്കുന്നു. യഥാർത്ഥമായ സത്യം നീ ബോധ്യപ്പെടുത്തുമ്പോൾ അത് അംഗീകരിക്കാനുള്ള മനസ്സോടെ ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് വരുന്നു. അങ്ങ് ഞങ്ങളെ സ്വയം വെളിപ്പെടുത്തി തരണമേ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. സകലവും യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി പകർന്നു കൊടുക്കുക. കൂടുതൽ സന്ദേശങ്ങൾ കാണുന്നതിന് ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുകയോ അതിൽ നിന്ന് നിങ്ങൾക്കിഷ്ടമുള്ള സന്ദേശങ്ങൾ തിരഞ്ഞെടുക്കുകയോ ചെയ്യാവുന്നതാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ഒരു സുഹൃത്ത് പ്രതിസന്ധിയിലോ വിഷമത്തിലോ ആണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ പ്രാർത്ഥന ആവശ്യങ്ങളും നിങ്ങളുടെ ചോദ്യങ്ങളും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ ഓരോരുത്തരെയും അവിടെയായി കാത്തു പരിപാലിക്കട്ടെ. ആമേൻ, ആമേൻ.